ഹായ് ഗായ്സ്, collegemunchi.comന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് എക്സാമിന് എല്ലാവരും റെഡി ആണല്ലേ. അതേപോലത്തെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് OMR ഷീറ്റ്. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി നിങ്ങളുടെ മാർക്കൊക്കെ നഷ്ടപ്പെടാൻ. സോ അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവർക്കും സ്വാഗതം. സോ എന്താണ് ഇനി OMR ഷീറ്റ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഹ്യൂമൻ മാനുവലി അല്ല ഇത് കറക്ഷൻ ചെയ്യുന്നത്. സോ ഇത് കമ്പ്യൂട്ടർ വൈസ് ആയിട്ടാണ് നോക്കുന്നതൊക്കെ. സോ നിങ്ങളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വരെ അത് ഡിറ്റക്ട് ചെയ്യും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ പേരും രജിസ്ട്രേഷൻ നമ്പറും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ നോക്കുക. സോ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളൊരു എക്സാമിന് അല്ലെങ്കിൽ ഈ നീറ്റ് എക്സാമിന് OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ 12 സ്റ്റുഡൻസും ഒരു ഫാക്കൽറ്റിയാവും ഉണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഫാക്കൽറ്റീനോട് ചോദിക്കാവുന്നതാണ്. OMR ഷീറ്റിൽ അതിൻ്റേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അത് മാർക്ക് ചെയ്യണമെന്നും പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ വായിച്ച് നോക്കാം. ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേറെ നിങ്ങൾക്കിപ്പോൾ തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ OMR ഷീറ്റ് തരുമല്ലോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോളൂ. വേറെ OMR ഷീറ്റ് നിങ്ങൾക്ക് ഒരിക്കലും കയ്യിൽ തരില്ല. ഒരു OMR ഷീറ്റാണ്. സോ നിങ്ങളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടു നടക്കാൻ നോക്കുക. അത് ഫോൾഡ് ചെയ്യാൻ പാടില്ല. അതിൽ വെറുതെ പേന വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരെ അത് നിങ്ങളുടെ ഫുൾ മാർക്കിനെ ലോസ് ചെയ്യാനുള്ള ഒരു കാരണങ്ങളായിരിക്കും. സോ നിങ്ങളത് ഫോൾഡ് ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള രീതിക്ക് മാത്രം ചെയ്യുക. പിന്നെ ചിലവർക്കുള്ളൊരു ശീലമാണ് എക്സാം പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണതൊക്കെ. മീൻസ് എക്സാം ആൻസർ പേപ്പറിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണതൊക്കെ. സോ അതൊക്കെ ചെയ്യുമ്പോൾ അതിൽ അച്ചൊക്കെ വരും, ലൈക്ക് ഇങ്ങനെ ട്രേസ് ഒക്കെ വരും. സോ അത് കാരണവും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതകളാണ്. സാമ്പിൾ OMR ഷീറ്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നായാലും കിട്ടും. സോ നിങ്ങളത് പ്രിൻ്റ് എടുക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെയ്യാത്തവരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്കത് ഐഡിയ ഉണ്ടാവും എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുതെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. സോ നിങ്ങളത് ചെയ്യണത് നല്ലതാണ് ഈ എക്സാമിന് പോണ കുട്ടികളാണെങ്കിൽ. പിന്നെ ബാർകോഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, സൈഡിൽ ബാർകോഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതിലൊന്നും വരച്ച് വെക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ആ ബാർകോഡ്സ് മടക്കി വെച്ചിട്ട് എഴുതാനോ അങ്ങനെയൊന്നും പാടില്ല. അതൊക്കെ എക്സാം നിങ്ങളുടെ മാർക്ക് പോകാനുള്ള കാരണങ്ങളായിരിക്കും. നിങ്ങൾക്കത് ഡിറ്റക്റ്റ് ഒന്നും ആവില്ല. സോ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് ഔട്ടർ ലൈൻ തന്നെ മാർക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ഇൻസൈഡിലേക്ക് നിങ്ങൾ ഇഞ്ച് ചെയ്ത് വരിക. അങ്ങനെ വേണം ശ്രദ്ധിക്കാൻ. ഔട്ടർ ലൈനിൽ പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ആൻസർ ചെയ്തു അതാണ് നിങ്ങൾ വിചാരിച്ചു അതാണ് ആൻസർ. അത് നിങ്ങൾ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തോന്നുകയാണ് അതല്ല ആൻസർ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് ഈ ചെയ്ത ആൻസർ വെട്ടിയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ അതൊക്കെ ശ്രദ്ധിക്കുക. സോ OMR ഷീറ്റിലായാലും നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ നിങ്ങൾ നല്ല രീതിക്ക് അത് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു 3 അവർ എക്സാം ആണ്. സോ 3 അവറിൽ നിങ്ങൾ വിചാരിക്കും എക്സാം എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് OMR ഷീറ്റ് ബബിൾ ചെയ്യാം, 1 അവർ കൊണ്ട് എനിക്ക് ബബിൾ ചെയ്യാം. ചിലപ്പോൾ മേ ബി ടൈം മാനേജ്മെൻറ്റ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വന്നേക്കാം. സോ 6 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ബബിൾ ചെയ്യുക, 6 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ബബിൾ ചെയ്യുക, 6 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ബബിൾ ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം കിട്ടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ ആൻസേഴ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഫില്ലാവും. നിങ്ങൾ ബബിൾ ചെയ്യുമ്പോഴായാലും എല്ലാം കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും നോക്കിയിട്ട് വേണം നിങ്ങൾ തെറ്റാൻ. കഴിഞ്ഞ വർഷം ഉണ്ടായ കുറേ കുട്ടികൾക്കുള്ള മിസ്റ്റേക്കാണ്. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുക. OMR ഷീറ്റ് പ്രാക്ടീസ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. ടെൻഷൻ അടിക്കേണ്ട, സ്ട്രെസ് ഫ്രീ ആയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സോ ഇനി നീറ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ അഡ്മിഷൻ എവിടെ എടുക്കും, അല്ലെങ്കിൽ ഏത് കോളേജാണ് നല്ലത്, പിന്നെ എത്ര റാങ്ക് വേണം ആ കോളേജിൽ കിട്ടാൻ, അതിൻ്റെ അഡ്മിഷൻ ഫീ എത്രയാണെന്നൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ ഞങ്ങളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വേഗം പോയി ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വെബിനാറിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. പിന്നെ നീറ്റിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടി ഉണ്ട്. സോ അതിലും കയറി നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. സോ ലെറ്റ്സ് സീ. ബൈ.